Hey everybody, back with another video. Like and subscribe, etc. etc. Hey everybody, welcome back to the channel Friends Pool. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്കോ വീഡിയോയിൽ എക്കോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു, കാരണം സിസ്റ്റം കേടായിരുന്നു. നമ്മൾ എന്തായാലും കഴിഞ്ഞ മാസം ചെയ്യേണ്ട കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഈ മാസം. സോ കഴിഞ്ഞ മാസം നമ്മൾ ഈ വർഷം ഇറങ്ങുന്ന കോമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസും അതുപോലെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ മൂവീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉണ്ടാക്കേണ്ട ഒരു ലിസ്റ്റായിരുന്നു കോമിക് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഷോസിനെ പറ്റിയിട്ട്, ഷോസ് അല്ലെങ്കിൽ സീരീസ് 2024. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അത്യാവശ്യം കുറച്ച് കോമിക് ബുക്ക് റിലേറ്റഡ് ഷോസ് ഈ കൊല്ലം വരുന്നുണ്ട്. അതായത് DC-ന്നും മാർവലും, വലിയവരായിട്ടുള്ള DC മാർവലിൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ട്, അതുപോലെ തന്നെ ചെറു വക കോമിക്സും ഉണ്ട്. അപ്പോൾ നമുക്ക് DC-യിൽ തന്നെ തുടങ്ങാം. പെൻഗ്വിൻ മാക്സിന്റെ ഷോ ആയ ഇതിൽ പ്രധാന ക്യാരക്ടർ ഓസ്വാൾഡ് കോബൽപോർട്ടാണ്. ദ ബാറ്റ്മാൻ എന്ന മൂവിയിൽ കോളിൻ ഫാരലാണ് ഈ ക്യാരക്ടറായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ബാറ്റ്മാൻ എന്ന മൂവിയിലത്തെ ഈ ഒരു കഥാപാത്രത്തിന്റെ ഒരു സ്പിൻ ഓഫ് തന്നെയാണ് ഈ ഒരു സീരീസ്. ആ ഒരു മൂവി അവസാനിക്കുമ്പോൾ ക്രിമിനൽ അണ്ടർവേൾഡ് മൊത്തത്തിൽ താറുമാറാവുന്നതാണ് ബാറ്റ്മാൻ്റെ അപ്പിയറൻസ് കാരണം. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ ഒരു സീരീസ്. 2024 അവസാനത്തിലാണ് ഈ ഒരു സീരീസ് റിലീസാവുന്നത്. അടുത്തത് സൂപ്പർമാൻ ആൻഡ് ലൂയിസ് ആണ്, നമ്മുടെ CWന്റെ ഷോ. CW യൂണിവേഴ്സിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട. ആരോ, ഫ്ലാഷ്, സൂപ്പർ ഗേൾ, അങ്ങനെ നിരവധി സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വന്നതായിരുന്നു സൂപ്പർമാൻ ആൻഡ് ലൂയിസ്. അതാണ് സ്റ്റോപ്പ് ആവാത്തത്. അപ്പോൾ അതിൻ്റെ സീസൺ 4 ഇറങ്ങുകയാണ്. അതും അവസാനത്തെ സീസണാണ്. ചെറിയൊരു കാസ്റ്റ് ആയിരിക്കും ഇതിലുണ്ടാവുക. അതുപോലെ തന്നെ മാൻ ഓഫ് സ്റ്റീലായി സൂപ്പർമാൻ തൻ്റെ എക്കാലത്തെയും ശത്രുവായ ലെക്സ് ലൂത്തറിനെയാണ് ഫേസ് ചെയ്യുന്നത്. 2024 തന്നെയാണ് ഈ ഒരു സീസൺ 4 റിലീസാവുന്നത്. അടുത്തത് ക്രീച്ചർ കമാൻഡോസ് ആണ്. നമ്മുടെ DCU പുതിയതായിട്ട് രൂപീകരിച്ച DC യൂണിവേഴ്സിലത്തെ ആദ്യത്തെ ഷോ ആണ്. ഷോവും ആദ്യത്തെ ഒരു പ്രസൻറ്റേഷൻ തന്നെ പറയാൻ പറ്റില്ല, കാരണം മൂവി ഷോസൊക്കെ ഒരുമിച്ചാണ് ഇപ്പോൾ അവർ ആ യൂണിവേഴ്സ് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ആനിമേറ്റഡ് ഷോ ആണ്. ജെയിംസ് ഗൺ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് DC പടങ്ങളിലോ ഷോസിലോ ഒന്നും അധികം വരാത്ത കുറച്ച് ക്യാരക്ടേഴ്സാണ്. കഥാപാത്രങ്ങളായ റിക് ഫ്ലാഗ് സീനിയർ, ഈ ഒരു ക്യാരക്ടറിന് വോയിസ് കൊടുക്കുന്നത് ഫ്രാങ്ക് ഗ്രില്ലോ ആണ്. ഈ ആക്ടറിനെ MCUവിൽ ക്രോസ് ബോൺസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടാവും. ഈ ക്യാരക്ടറിന് വോയിസ് കൊടുക്കുന്നത് ഡേവിഡ് ഹാർബർ ആണ്. ഡേവിഡ് ഹാർബർ നമുക്ക് അറിയുന്നത് ഹെൽബോയ് ആയിട്ടും അതുപോലെ തന്നെ സ്ട്രേഞ്ചർ തിങ്സിലത്തെ ചീഫ് ഹോപ്പർ ആണ്. പിന്നെ ഫ്രാങ്കൻസ്റ്റൈൻ്റെ ബ്രൈഡായിട്ടുള്ള വോയിസ് കൊടുക്കുന്നത് ഇന്ദിര വർമ്മയാണ്. ഗെയിം ഓഫ് ത്രോൺസിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ആ ഒരു ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ട് നെറ്റ്ഫ്ലിക്സ് ഷോ ആയിട്ടുള്ള നെവർ ഹാവ് ഐ എവറിലും ഉണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ. പിന്നെയുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രിൻസസ് ഇലാന റോസ്റ്റോറിക്, നിന മസൂസി, ഡോക്ടർ ഫോസ്ഫറസ്, വീസൽ, അതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്റ്റീവ് അഗി, ജോൺ എക്കണോമസ് ആയിട്ട്, അതുപോലെ തന്നെ വയോള ഡേവിസ്, അമാൻഡ വോളർ ആയിട്ട്. ഇവരൊക്കെ സൂസൈഡ് സ്ക്വാഡ് മൂവിയിലത്തെയും പീസ് മേക്കർ TV ഷോയിലത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇനി നമുക്ക് മാവലിന്റെ ഭാഗത്തേക്ക് പോകാം. മാവലിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ എക്കോ എന്ന് പറഞ്ഞ സീരീസ് കഴിഞ്ഞ മാസം റിലീസ് ചെയ്തിരുന്നു. അതായിരുന്നു ഇക്കൊല്ലത്ത് അവരുടെ ഒരു ആദ്യത്തെ റിലീസ്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എക്കോ കണ്ടിട്ടില്ലെങ്കിൽ അതിന് മുമ്പ് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി വാച്ച് ചെയ്യാം. അപ്പോൾ ഒരു സീരീസ് അടുത്തത് ഇനി പറയാനുള്ളത് അഗത ഡാർക്ക് ഹോൾ ഡയറീസ് ആണ്. അഗത ഹാർക്നെസ് എന്ന ക്യാരക്ടർ നമുക്ക് MCUവിൽ വാണ്ടാവിഷനിലൂടെയാണ് ലഭിച്ചത്. ഈ ക്യാരക്ടറായിട്ട് അഭിനയിച്ചത് കാത്തറിൻ ഹാൻ ആണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആ ഒരു സീരീസിൻ്റെ അവസാനമായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ഒരു വിച്ചാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വാണ്ടയുടെ പവറിന് പിന്നാലെയായിരുന്നു. പക്ഷെ വാണ്ട പുള്ളിക്കാരിനെ ആ ഒരു മേക്ക് ബിലീവ് ടൗണിൽ ട്രാപ്പ് ചെയ്യുകയാണ് വാണ്ട തൻ്റെ ഫുൾ പവറിലേക്ക് എത്തുമ്പോൾ. ഈ സീരീസിന്റെ പിന്നിൽ ജാക്ക് ഷേഫർ ആണ്. ഇദ്ദേഹം തന്നെയാണ് വാൻഡാവിഷനിന്റെ പിന്നിലുണ്ടായിരുന്നത്. ഇതിൽ കൂടുതലും അഗതേനെ പറ്റിയിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. തനിക്ക് തൻ്റെ പവേഴ്സ് തിരിച്ചു കിട്ടുന്നതും അതുപോലെ തന്നെ വെസ്ക്യൂന്ന് എസ്കേപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അങ്ങനത്തെ സംഭവങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുക. ഈ ഒരു സീരീസ് 2024 അവസാനമായിട്ടായിരിക്കും റിലീസാവുന്നത്. അടുത്ത ഷോ X-Men 97 ആണ്. ഈ ഒരു ഷോ ആദ്യമായിട്ട് പ്രീമിയർ ചെയ്തത് 1997 അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു ആനിമേറ്റഡ് ഷോ. അതിൽ ഒറിജിനൽ വോയിസ് കൊടുത്തിട്ടുള്ള കുറേ ആൾക്കാർ തിരിച്ചു വരുന്നതായിരിക്കും. ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൊഫസർ എക്സേവിയർ ഉണ്ടാവും, സൈക്ലോപ്സ്, ജീൻ ഗ്രേ, വൂൾവറിൻ, സ്റ്റോം, മാഗ്നിറ്റോ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാവും. ഈ ഒരു സീരീസിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ എന്തായാലും 2024 നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും.
അടുത്തൊരു സീരീസ് യോ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആണ്. ഇത് സ്പൈഡർമാൻ്റെ ഒരു ആനിമേറ്റഡ് ഷോ ആണ്. ഇതിൽ ഒരു പ്രായം കുറഞ്ഞ പീറ്റർ പാർക്കറിന്റെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ആ സ്പൈഡർമാൻ ആവുന്നതിന്റെ ഒരു ജേർണി. ഇതിൽ ടോം ഹാലൻഡ് വോയിസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചാർലി കോക്സ്, അതായത് മാറ്റ് മോഡോക്ക് ആയിട്ട് ഇതിൽ വോയിസ് കൊടുക്കുന്നതിനെ പറ്റി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആനിമേറ്റഡ് ഷോയിൽ. ഇതിൽ കൂടുതലും പീറ്റർ എങ്ങനെ സ്പൈഡി അല്ലെങ്കിൽ സ്പൈഡർമാൻ ആയതിനെ പറ്റിയിട്ടാണ്, സ്കൂളിന്റെ ആ ഒരു ജീവിതം. അതുപോലെ അയൺമാൻ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള ഒരു കഥയായിരിക്കും. പിന്നെ ഒരു സീരീസാണ് ഐസ് ഓഫ് വക്കാണ്ട. ഇതും ഒരു ആനിമേറ്റഡ് സ്പിൻ ഓഫ് ആണ്. അതായത് വക്കാണ്ടൻസിനെ പറ്റിയിട്ടാണ്. പീപ്പിൾ ഓഫ് വക്കാണ്ട അവർ വൈബ്രേനിയം ലോകത്തിന്റെ പല ഭാഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഈ ഒരു സീരീസിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. പക്ഷേ ഇത് 2024 തന്നെ റിലീസ് ആവുന്നത്, അതുപോലെ ആരൊക്കെ വോയിസ് കൊടുക്കണമെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഇല്ല. ഇനി അടുത്തൊരു ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മാവലും DC അല്ലാത്ത ഷോസ് ആണ്. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ദ ബോയ്സ് തന്നെയാണ്. സീസൺ 4 ടീസേഴ്സും ഒക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ബില്ലി ബുച്ചറും തൻ്റെ ബോയ്സും ഹോംലാൻഡറിന്റെ 7 തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ തന്നെയാണ് കണ്ടിന്യൂ ആവുന്ന പുതിയ സീസണിൽ. ഇതിൽ പുതിയ ക്യാരക്ടേഴ്സ് ആയിട്ട് പറയാനുള്ളത് ബില്ലി ബുച്ചറിന്റെ ഫ്രണ്ട് ആയിട്ട് വരുന്നതാണ് ജെഫ്രി ഡീൻ മോർഗൻ എന്ന ആക്ടർ. അതുപോലെ തന്നെ 2 പുതിയ സൂപ്പർ ഹീറോസ് പോലെ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സീസണിൽ ആ സീസൺ 3യുടെ എൻഡിങ്ങിന് ശേഷമുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഹോംലാൻഡർ ഒരു ട്രയല് നേരിടുന്നതും അതുപോലെ സ്റ്റാർലൈറ്റ് ഹോംലാൻഡറിനെതിരായിട്ട് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോംലാൻഡറിന്റെ ആ ഒരു അച്ഛൻ ക്യാരക്ടറായിട്ട് കാണിക്കുന്നതിന് മകനെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ. എന്തായാലും പുതിയ സീസണിൽ കൂടുതൽ വയലൻസും ബ്ലഡും ഇഷ്ടംപോലെ ആക്ഷനും നമുക്ക് പ്രതീക്ഷിക്കാം. 2024 തന്നെയാണ് ഇതിൻ്റെയും ഒരു റിലീസ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അടുത്തത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തു നിന്നുള്ള അംബ്രേല അക്കാഡമിയുടെ സീസൺ 4 ആണ്. അംബ്രേല അക്കാഡമിക്കും ഫൈനൽ സീസൺ ആണ് ഈ ഒരു ഇയറിൽ. ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മിസ്ഫിറ്റ് ഗ്രൂപ്പാണ്. അവരുടെ ഒരു ഫൈനൽ അഡ്വഞ്ചർ ആണ് എല്ലാവരും കൂടിയിട്ടുള്ളത്. ലൂത്തർ, വിക്ടർ, ഫൈവ്, ക്ലോസ്, ആലിസൺ, ബെൻ, ഡിയേഗോ ഇവരൊക്കെ കൂടി ആ ഒരു സീസൺ 3യുടെ ക്ലൈമാക്സിന് ഉണ്ടായതിനെ പറ്റിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു സീരീസ് കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഫൈനൽ സീസൺ 2024 തന്നെയാണ്. ഇതിൻ്റെയും ഒരു എക്സാക്ട് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇയറിൽ നമ്മൾ കാണാൻ പോകുന്ന സീരീസ് ഇത്രയുമാണ്. ഇതിന് അപ്പുറം വേറെ എന്തെങ്കിലും ട്രെയിലേഴ്സോ ടീസറോ റിലീസ് ആവുണ്ടെങ്കിൽ എന്തായാലും അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ടാവും. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അടിപൊളി സംഭവങ്ങളാണ് ഈ ഒരു കൊല്ലം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, TV ഷോസ് ആയിട്ടും മൂവീസ് ആയിട്ടും. സോ I'll see you guys in the next video. Take care.